മമ്മി എൻ്റെ കൂടെ തന്നെ ഉണ്ട് അങ്കിൾ. അന്ന് ഞാനും മമ്മിയും കൂടി വീട്ടിൽ വന്നത് അങ്കിളിന് ഓർമ്മയില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിൽ വന്നിരുന്നോ? അതെപ്പോഴാ? ഓ, ഞാൻ ആ സമയം കോച്ചിങ് സെന്ററിലായിരുന്നിരിക്കാം. എന്നാലും നിങ്ങൾ അവിടെ വന്ന കാര്യം ഗീത പറഞ്ഞില്ലല്ലോ എന്നോട്. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഹരണയുടെ മറവി അവൾക്ക്. എന്നാലും അശ്വതിയോ മുരളി ആരെങ്കിലും പറഞ്ഞ് ഞാനത് അറിയേണ്ടതായിരുന്നില്ല. ആ പോട്ടെ. ഒരുപാട് നാളുകൾക്ക് ശേഷം തമ്മിൽ കാണേണ്ടത് ഇങ്ങനൊരു സിറ്റുവേഷനിലായിരിക്കണമെന്ന് നേരത്തെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ? ഗീത പുറത്തുണ്ടാവും. ജോബിൻ കണ്ടില്ലേ? ആൻറ്റി ഞാൻ കണ്ടിരുന്നു. ഡോക്ടർക്ക് എൻ്റെ മോളെ അറിയോ? ഉവ്വ്, അപ്പൂനെ എനിക്ക് നേരത്തെ അറിയാം. മാളവികയും. രണ്ടുപേരും ഒന്നിനൊന്നും മിടുക്കികളാ. അങ്കിളിന് എങ്ങനെയാ വീണേന്ന് തീരെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? ഇല്ലെന്നേ. ബോധം തെളിഞ്ഞിടം മുതൽ ഞാൻ അതേപ്പറ്റിയാ ചിന്തിക്കുന്നത്. എങ്ങനെയത് സംഭവിച്ചത്? എൻ്റെ കൂടെ ആരോ ഒരാൾ ഉണ്ടായിരുന്ന പോലെയൊക്കെ ഒരു തോന്നല്. ആ പോട്ടെ, അത് വിട്ടേക്ക്. ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അറിയാവുന്നതാണെങ്കിൽ പറയാലോ. അങ്കിളിന്റെ ഓർമ്മയിൽ അവസാനം തെളിയുന്നൊരു പിക്ചർ ഏതാ? അതൊരു വ്യക്തിയോ വസ്തുവോ അതോ അല്ലെങ്കിൽ ഒരു സംഭവമോ ആവാം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് അങ്കിളിന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെന്താ, 4-5 ദിവസം മുമ്പ് അപ്പവും മാളും കോളേജിലൊരു സൂത്രപ്പണി ഒപ്പിച്ചു. രണ്ടുപേരും കൂടി കോളേജിൽ നിന്ന് ആരോടും പറയാതെ ഒരു മുങ്ങൽ മുങ്ങി. പിന്നെ അന്വേഷിക്കാൻ വന്ന ഓഫീസർ നമ്മുടെ ഒരു പരിചയക്കാരനാണ്. അതുകൊണ്ട് കേസൊന്നും ആവാതെ ഒരുവിധം രക്ഷപ്പെട്ടു. ആ ഒരു സംഭവം ഇപ്പോഴും മനസ്സിലിങ്ങനെ മായാതെ കിടപ്പുണ്ട്. ഇനി കോളേജിൽ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് രണ്ടുപേരും വാക്ക് തന്നിരിക്കുക. അല്ല, ജോബിനെന്താ അങ്ങനെ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല, നമ്മൾ കുറച്ചു നേരമായിട്ട് സംസാരിക്കുന്നു. ഇനി അങ്കിള് അല്പനേരം റെസ്റ്റ് എടുക്കുക. ഞാൻ പിന്നെ വരാം. ഓക്കെ? ആ. ഞാൻ അപ്പൂനെ ഒന്ന് വിളിച്ചു നോക്കിയതാ. ഒരു പ്രാവശ്യം റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാ. ചിലപ്പോൾ ചാർജ് തീർന്ന് ഓഫായി പോയതായിരിക്കും. എന്നാലും അപ്പു പറയാതെ എവിടെ പോയിരിക്കുന്ന ഞാൻ ആലോചിക്കുന്നേ. അതോ ഇനി പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയതാണോ എന്തോ? ചിലപ്പോൾ അതായിരിക്കും സംഭവിച്ചത്. അപ്പോഴത്തെ ടെൻഷനിൽ അപ്പു പറഞ്ഞത് ആൻറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിനും ചാൻസ് ഉണ്ട്. അല്ല, VP കണ്ടിട്ട് ജോബിന് എന്ത് തോന്നി? ആൾ ഓക്കെ അല്ലേ? യെസ്, ആള് നല്ല സ്മാർട്ടായിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ മിക്കവാറും നാളെ ഈവനിങ്ങിൽ അങ്കിളിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയേക്കും. എനിക്ക് വലിയ ഉപകാരമായിരുന്നു. VPയെ കാണാതെ പുറത്തുള്ള ഈ വെയിറ്റിംഗ് ആ സങ്കടം. ആൻറ്റി, പിന്നെ അങ്കിളുമായിട്ട് സംസാരിച്ചപ്പോൾ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നോ? ഇല്ലല്ലോ ജോബിൻ. എന്താ ചോദിച്ചത്? ജോബിൻ അങ്ങനെ തോന്നിയോ? എന്തോ ഒരു മിസ്സിംഗ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്താ അങ്ങനെ തോന്നാൻ? ജോബിനെ കണ്ടിട്ട് മനസ്സിലായില്ലേ VPക്ക്? ഞാൻ ആരാണെന്ന് അങ്കിളിന് മനസ്സിലായി. പക്ഷേ അത് എന്നെ കണ്ടിട്ടല്ല, ഞാൻ ആരാണെന്ന് സംസാരത്തിലൂടെയാണ് അങ്കിള് മനസ്സിലാക്കിയത്. അങ്കിളിന്റെ ക്ലാസ്മേറ്റ് ഡെയ്സിയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ ആൾക്ക് വലിയ സന്തോഷമാവുകയും ചെയ്തു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ജോബിനെ VP ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതല്ലേ? അന്ന് ടൂറിന് മുമ്പ് വീട്ടിൽ വന്നപ്പോഴും സംസാരിച്ചതല്ലേ? അതെ, എന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ മിസ്സിംഗ്,
സംശയം തോന്നി ഞാൻ മാളുവിന്റെ കാര്യവും അപ്പുവിന്റെ കാര്യവും ഒക്കെ ചോദിച്ചു. വിജയങ്ങൾ അതിനൊക്കെ കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പുവും മാളുവും കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു ഇൻസിഡന്റ് വരെ അങ്കിളിന്റെ ഓർമ്മയിലുള്ളൂ. ആ സംഭവവും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആണോ ജോബിൻ? അങ്ങനെ തോന്നിയോ? ആ, എന്ന് വെച്ച് പേടിക്കാനൊന്നുമില്ല. ചിലപ്പോൾ ചില ആൾക്കാരിൽ വീഴ്ചയോ ആക്സിഡന്റോ കൊണ്ട് ഭാഗികമായി ചില ഓർമ്മക്കുറവുകളൊക്കെ സംഭവിക്കാറുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ അത് താനെ അങ്ങ് ശരിയായെന്ന് വരാം. അങ്കിളിന്റെ കാര്യത്തിൽ ഇതിനു മുമ്പ് ആൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കഴിയായിരുന്നല്ലോ. ചിലപ്പോ അതും ഇതിനൊരു ഘടകമായേക്കാം. എന്തായാലും ഇപ്പൊ അങ്കിളിന് അപ്പുവുമായുള്ള ശത്രുതയോ അപ്പു ഒരു ട്രാൻസ്മാൻ ആണെന്നുള്ള കാര്യമോ അറിയില്ല. തൽക്കാലം ആന്റി അത് അങ്കിളിനെ ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ജോബിൻ, ഇനി അത് ആ വീഴ്ചയുടെ ആഘാതത്തിൽ വല്ല സംഭവിച്ചതായിരിക്കോ? അറിയില്ല. മേ ബി അതൊരു കാരണമായേക്കാം. ഏതായാലും അങ്കിളിനെ ആദ്യം റൂമിലേക്ക് മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യാം. ആന്റി പരിഭ്രമിക്കണ്ട, എല്ലാം ഓക്കെ ആവും. ഹലോ അർജുൻ. ഇല്ലില്ല, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. ആ, ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ എത്താം. ശരി. ഹോസ്പിറ്റലിൽ നിന്ന് ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ ആന്റിയെ വിളിക്കാം. അല്ലെങ്കിൽ അപ്പു വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. പറയാം ജോബിൻ. ശരി. അപ്പുവിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെ നിസ്സാരപ്പെടുത്തിയല്ല ഞാൻ സംസാരിക്കുന്നത്. എങ്കിലും ചോദിക്കാം, അമ്മയുടെ വാക്കുകള് ഇത്രയ്ക്ക് സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോ അതിനെ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയിട്ട് മാത്രം കണ്ടാ പോരെ? സോറി സർ, അമ്മ പറഞ്ഞ വാക്കുകൾ മാത്രമല്ല എൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ തന്നെ അമ്മ ആദ്യമായിട്ടല്ല അച്ഛനു വേണ്ടി എന്നോട് ഇത്ര പരുഷമായിട്ട് സംസാരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ അമ്മ ഇതിനു മുമ്പും പല പ്രാവശ്യം എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതൊരിക്കലും എന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ലെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം VPയോടായതുകൊണ്ടാ അങ്ങനെയുള്ള വാക്കുകൾ അമ്മയിൽ നിന്ന് വന്നു പോകുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഗീതാ മാഡത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു അമ്മയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുന്ന അതേ അളവിൽ തന്നെ ഒരു ഭാര്യയുടെ കടമയും ഉത്തരവാദിത്വവും സ്നേഹവും മാഡത്തിന് പണിക്കർ സാറിനോട് ഉണ്ടാവണമല്ലോ. അപ്പുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പണിക്കർ സാറിനെയും അപ്പു തിരിച്ച് പണിക്കർ സാറിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴും ചിലപ്പോ ഗീതാ മാഡത്തിന് നിങ്ങൾ രണ്ടുപേരോടും ഒരുപോലെ പരുഷമായി പെരുമാറേണ്ടി വന്നേക്കാം. അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ പ്രഷർ കൊണ്ടാണെന്ന് അപ്പു മനസ്സിലാക്കണം. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ. അമ്മയെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ ഇതുവരെ സംസാരിച്ചത്. എനിക്കും VPയ്ക്കും ഇടയിൽ അമ്മ അനുഭവിക്കേണ്ടി വരുന്ന പ്രഷർ എത്ര ഭീകരമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മറ്റൊരമ്മയ്ക്കും ഇതുപോലെ ഇത്ര ക്രൂഷ്യലായ ഒരു സാഹചര്യം മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നും എനിക്കറിയാം. അമ്മയെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇതൊക്കെ ഇത്ര ഫീൽ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോ എന്ത് പറഞ്ഞാ എങ്ങനെ പറഞ്ഞാ സാറിനെ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ സാറിനോടൊരു ചോദ്യം ചോദിക്കട്ടെ? യെസ്, ചോദിച്ചോളൂ. സാറിന്റെ അനിയൻ ആകാശിനായിരുന്നോ ഇഷ്ടം, അതോ ഇപ്പോഴത്തെ അനിയത്തി ആതിരയാണോ കൂടുതൽ ഇഷ്ടം? ഉറപ്പായും ഇതൊരു കുഴക്കുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് ആകാശ് എന്ന അനിയന് എന്റെയോ ആതിരയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലാത്ത സ്ഥിതിക്ക്. തിരിച്ചായിരുന്നെങ്കിലോ സർ? ആതിര എന്ന പെൺകുട്ടിയായി മാറാതെ ആകാശ് മാത്രമായിരുന്നെങ്കിലെന്ന് എപ്പോഴെങ്കിലും സർ ആഗ്രഹിച്ചിട്ടുണ്ടോ? അവൻ ആകാശ് മാത്രമായി തുടർന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അനിയനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നോ എന്നുറപ്പില്ല. യെസ്, അത് മാത്രമാണ് സത്യം. സാറിന് ഇത്രയും അവനെ സ്നേഹിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇത്രയും നഷ്ടങ്ങൾ സാറിന്റെ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവുമായിരുന്നില്ല, അല്ലേ സർ? ആകാശ് ആതിരയായതുകൊണ്ട് മാത്രം, മറ്റാരും അവളെ സ്നേഹിക്കാനില്ലാത്തതുകൊണ്ട്, അംഗീകരിക്കാനില്ലാത്തതുകൊണ്ട് ഒരു കൂടപ്പിറപ്പെന്ന നിലയിൽ സാർ അവളെ കൂടുതൽ സ്നേഹിച്ചു പോയതാ, അല്ലേ?
യെസ്, അപ്പു പറഞ്ഞാൽ സത്യമുണ്ട്. അത് തന്നെയാണ് സർ ഇവിടെ ഗീതാലക്ഷ്മി ചെയ്യുന്നത്. അപ്പുവിനെ മറ്റാരും സ്നേഹിക്കാനില്ലാത്തോണ്ട് അമ്മ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. പക്ഷേ ആ സ്നേഹം വീപ്പോടുള്ള സ്നേഹത്തിനേക്കാൾ എത്രയോ താഴെയാണ്. അതൊരു പരിഗണന മാത്രം. അപൂർവയിൽ നിന്ന് അപ്പുവായി പോയതുകൊണ്ടുള്ള ഒരു കൺസിഡറേഷൻ. ആ പരിഗണനയും സ്നേഹവും അമ്മ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അപ്പുവിൻ്റെ മാനസികാവസ്ഥ ഏറെക്കുറെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം അത് അനവസരത്തിലായിപ്പോയില്ലെന്ന എൻ്റെ ഒരു സംശയം. ഒരിക്കലും ഇല്ല സർ. ഇത് തന്നെയാ അതിന് ഏറ്റവും നല്ല അവസരം. അപ്പോ കുറച്ചു കാലത്തേക്ക് എല്ലാവരിൽ നിന്നും എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക. എത്ര കാലത്തേക്ക് അപ്പു? പറയാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇനി അപ്പോ സർജറി കഴിഞ്ഞ് എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണ പുരുഷനായിട്ടേ എല്ലാവരെയും അഭിമുഖീകരിക്കും. ആതിരയോടും സാർ ഇത് പറയണം. അപ്പുവിന് വേണ്ടി കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ. ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ട് പോകാനാ അപ്പു ഉദ്ദേശിക്കുന്നത്? അതും അറിയില്ല. ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറിനോട് മനസ്സിലുള്ളതൊന്ന് വ്യക്തമാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. സർ, അപ്പുവിൻ്റേത് ഒരിക്കലും ഒരു ഒളിച്ചോട്ടായി കാണരുത്. ഇത് ഒരു അതിജീവനത്തിന്റെ യാത്രയാണ്. അപ്പു വരൂ. എങ്ങോട്ടാ സർ? എന്റെ കൂടെ വരാൻ പേടിയുണ്ടോ അപ്പുവിന്? ഇല്ല. എങ്കിൽ വരൂ. ഡോർ ലോക്ക് ചെയ്ത് ചാവി ഒന്ന്. വരൂ. എന്താ അപ്പോ ഒന്നും മിണ്ടാത്തത്? ടെൻഷനുണ്ടോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കൂളാ. നമ്മൾ എങ്ങോട്ടാ സർ? നമ്മുടെ വീട്ടിലേക്ക്. തൽക്കാലം അപ്പുവിന് വീട്ടിൽ നിന്നും മാറി നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഇനി ഒരു സ്ഥലം അന്വേഷിച്ചിട്ട് അലയണ്ട. നമുക്ക് അവിടെ ഇങ്ങ് കൂടാന്നേ, നല്ല ഹാപ്പി ആയിട്ട്. എന്താ അപ്പു? സർ, കാറ് നിർത്തുമോ? എന്തു പറ്റി? സർ, വണ്ടി നിർത്ത, ഞാൻ പറയാം. എന്തുപറ്റി? അപ്പു എന്നോട് പിണങ്ങിയോ? തന്നോട് ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിന്? എനിക്ക് പിണക്കമൊന്നുമില്ല സർ. എൻ്റെ മനസ്സ് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും സെൻസിബിളായ ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ സാറിനെ കാണുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാ ഇപ്പോഴും ഞാൻ സാറിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ സാറിന് എൻ്റെ തീരുമാനത്തെക്കുറിച്ച് പറയാതിരിക്കായിരുന്നു, എന്നിട്ട് എങ്ങോട്ടെങ്കിലും ഇഷ്ടമുള്ളിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇങ്ങനൊരു തീരുമാനം മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഞാൻ ആദ്യം ഷെയർ ചെയ്തത് സാറിനോടാ. അത് എനിക്കിപ്പോൾ എൻ്റെ മെന്റർ സ്ഥാനത്തുള്ള ആകെ ഒരാൾ സാറായതുകൊണ്ട്. എന്നിട്ടും സാറിന് എന്നെ മനസ്സിലാവുന്നില്ലെന്നറിയുമ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ വരട്ടെ. അപ്പോ തന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, മറ്റാരേക്കാൾ കൂടുതൽ തന്നെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എൻ്റെ വീട്ടിൽ താൻ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ എന്നോർത്ത്. ശരിയാണ്. മറ്റെവിടെ സ്റ്റേ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഹാപ്പി ആവേണ്ടതും കംഫർട്ടബിൾ ആവേണ്ടതും സാറിൻ്റെ വീട്ടിൽ തന്നെയാണ്. പക്ഷേ അവിടേക്ക് വരാനായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ സാറിൻ്റെ സമ്മതം പോലും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ.
ആതിരയോ സാറോ എന്നോട് ഒരിക്കലും നോ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ടും ഞാൻ ആ സൗകര്യം ഒഴിവാക്കിയത് എന്തിനാണെന്നറിയോ സാറിന്? ഈ ദിവസം മുതൽ എൻ്റെ ലൈഫിലെ ഒരു സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുക. ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നടപ്പാക്കുമ്പോഴും പലരും ഒറ്റയ്ക്കായിരിക്കില്ലേ സാർ? ഉദാഹരണത്തിന് ഒരാൾ നാട് വിടാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന്. അതുമല്ലെങ്കിൽ ഇതുവരെ ജീവിച്ചൊന്നും ജീവിതമല്ലെന്നും ഇനിയാണ് തൻ്റെ യഥാർത്ഥ ജീവിതം ജീവിക്കേണ്ടതെന്നും തീരുമാനിക്കുന്ന ഒരാൾ. എല്ലാവരും ഒറ്റയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം. ഈ തീരുമാനം എൻ്റേത് മാത്രം. സാറിൻ്റെ വീട്ടിൽ എനിക്കായി ഒരുക്കുന്ന ഈ സൗജന്യം ഞാൻ സ്വീകരിച്ച അതൊരു കൂട്ടുത്തരവാദിത്തമായി പോവില്ലേ സർ? അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ തീരുമാനവും ജീവിതവും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അത് എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്കിപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആണ് അപ്പോ. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അപ്പൂൻ്റെ ഈ തീരുമാനം പുതിയതല്ല എന്നുള്ളതാ. പൂർണ്ണ അർത്ഥത്തിലൊരു പുരുഷനായി മാറുക എന്നുള്ള ആ തീരുമാനത്തോട് യോജിച്ച് നിന്നവരാണ് ഞാനും ആതിരയും, പിന്നെ ഒരു പരിധിവരെ തൻ്റെ അമ്മയൊക്കെ. തന്നെ അത്രയും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളപ്പോൾ പിന്നെ എന്തിനെല്ലാം തനിച്ചാകണമെന്നുള്ള വാശി പിടിക്കുന്നു. വാശിയല്ല സാർ ഇത്. എന്താ പറയാ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിച്ച് കാണിക്കില്ല. അത് ഒന്നോ രണ്ടോ വ്യക്തികളോടുള്ള ചലഞ്ചല്ല, ഈ സൊസൈറ്റിയോടുള്ള എൻ്റെ ചലഞ്ചാ. ഇനി എല്ലാ അർത്ഥത്തിലും ഒരാണായിട്ടേ ഞാൻ എൻ്റെ വീട്ടുകാരും പരിചയക്കാരും സാറും ആതിരയും അടങ്ങുന്ന ഈ സൊസൈറ്റിയെ അഡ്രസ് ചെയ്യുള്ളൂ എന്ന ചലഞ്ച്. എൻ്റേത് ഒരു അനാവശ്യ ജന്മമല്ല, ഒരു ആവശ്യ ജന്മം തന്നെയാണെന്ന് ഐ ഹാവ് ടു പ്രൂവ് മൈസെൽഫ്. അതിന് എന്നെ അനുവദിച്ചൂടെ സാർ? ഇതെന്റെ അഹങ്കാരോ അമിതാവേശമായോ ഒരിക്കലും നന്ദൻ സാർ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ എക്സിസ്റ്റൻസും ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്ന് എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. സോ പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, എന്നെ വീട്ടിലോട്ട് ക്ഷണിക്കരുത് പ്ലീസ് സർ. അപ്പോൾ വരൂ, കറക്കരു. വരാം, ബട്ട് വൺ കണ്ടീഷൻ. നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര അടുത്ത ജംഗ്ഷനിൽ അവസാനിക്കും അല്ലേ? സാറിനോട് ദേഷ്യത്തിലാണോ? അല്ല, അപ്പൂൻ്റെ ഈ സ്പിരിറ്റ് ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. പകുതി വഴിയിൽ തന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ സാരമില്ല, താൻ പറഞ്ഞതുപോലെ ഈ യാത്ര അപ്പൂനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടാണ്. ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. താങ്ക് യു സർ. പക്ഷെ തൻ്റെ കാര്യത്തിൽ ഞാൻ ആൻസറബിൾ ആകേണ്ട 2 പേരുണ്ട്. ഒന്ന് തൻ്റെ അമ്മ, 2 എൻ്റെ പെങ്ങൾ. അവർ 2 പേരോടും ഞാനെന്തോ പറയേണ്ടത്? 2 പേരോടും ഒരു ഉത്തരമേ ഉള്ളൂ സർ, ഞാൻ മടങ്ങി വരും. ആതിരയോട് ഒരു കാര്യം കൂടി പറയണം. അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുരുഷനായി തന്നെ വരും. അമ്മയോട് പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടേക്ക് മാറാനാണ് അപ്പു ഉദ്ദേശിക്കുന്നത്?